മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. റോഡിൽ ഇപ്പോഴും വിള്ളലുണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുബഷിർ അക്ബർ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. മുബഷിർ അക്ബർ, ഗുഡ് ഈവനിംഗ്. പേര് ദേശീയപാതയെന്നാണെങ്കിലും പഞ്ചായത്ത് റോഡിന്റെ പോലും നിലവാരമില്ലാതെയായിരുന്നോ നിർമ്മാണം? എങ്ങനെയാണത് ഇടിഞ്ഞു വീണത്? പാർവതി, ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത നാട്ടുകാർ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചിരുന്നു. പലതരത്തിലുള്ള ഒറ്റപ്പെട്ട അപകടങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ അവർ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് വലിയൊരു അപകടം തിരൂരങ്ങാടി വേങ്ങര കൂരിയാട് ഭാഗത്ത് വെച്ചുണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2:30 ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വിധത്തിൽ, അതായത് ഏറെക്കുറെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദേശീയപാത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറത്തെ വശത്തോടുകൂടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വലിയ വിള്ളലുകളാണ് ദേശീയപാതയുടെ വിവിധ ഇടങ്ങളിൽ രൂപപ്പെട്ടത്. അങ്ങനെ വിള്ളലുകൾ രൂപപ്പെട്ടുകൊണ്ട് തൊട്ട് മുൻപിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും താഴെ കടന്നു വീഴുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. തൊട്ടു താഴെ സർവീസ് റോഡ് പോകുന്ന നിരവധി വാഹനങ്ങൾ സർവീസ് റോഡിലൂടുകൂടി കടന്നു പോകുന്ന സമയത്തായിരുന്നു ഒരു അപകടം സംഭവിച്ചത്. ഇവിടെ നിന്നും അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ, കോൺക്രീറ്റ് കട്ടകളൊക്കെ തന്നെ തൊട്ടു താഴെ ആ മേഖലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 കാറുകളുടെ മീതെയൊക്കെയാണ് വീണിരിക്കുന്നത്. ഇപ്പോഴും അവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആളുകൾക്കൊന്നും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല. കൃത്യസമയത്ത് തന്നെ നാട്ടുകാരുടെ ഇടപെടലിലൂടെ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ അറിയിപ്പ് കൊടുത്ത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലൂടെ വഴിതിരിച്ചു വിട്ടു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശാസ്ത്രീയമായ നിർമ്മാണം ഇവിടെ നടക്കുന്നു എന്നുള്ളത് നാട്ടുകാർ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചതാണ്. അപകട ഭീഷണിയുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ അധികൃതർ ഇത് ഗൗനിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകേണ്ടി വന്നു അവർക്കിത് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? കുളപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? അതായത് ഈ ഏകദേശം ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് പൂർണ്ണമായിട്ട് മണ്ണിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഈ മണ്ണിട്ടുകാണ്ടുള്ള ഇതിന് ഒരു സെക്യൂരിറ്റി ഇല്ല. പ്രത്യേകിച്ച് ഇതിപ്പോൾ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലത്തെ ഒരുപാട് ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്. പാലം വെച്ചിട്ട് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇതിപ്പോൾ ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് എപ്പുറത്തെ വർഷം മണ്ണിടിച്ചു. അതായത് ഈ സർവീസ് റോഡിലുള്ള 2:30 സമയമായതുകൊണ്ട് വാഹനങ്ങൾ കുറവായിരുന്നു. ഇതിൽ 3 വണ്ടിയാണ് പെട്ടത്. ഇപ്പോൾ 3 വാഹനമാണ് ഇതിൽ പെട്ടത്. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഈ മണ്ണിടിച്ചില്ല അതിന്റെ താഴെ അതിൽ പെട്ടു. അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സുജയ പാർവതി, തൊട്ട് താഴെ ഉണ്ണിതൂവൂര് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. അതിൽ 2 വാഹനങ്ങൾ മാറ്റി ഒരു വാഹനം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അത് അത്രത്തോളം ആഴത്തിൽ മണ്ണിടിഞ്ഞതുകൊണ്ടാണ്. അല്ലല്ല, ആ മണ്ണും കാറും കൂടി ജാമായിട്ട് കിടക്കുകയാണ് അവിടെ. ഇത് ഏകദേശം പാലം തന്നെ ഒരു 3-4 മീറ്റർ അങ്ങോട്ട് പാടത്തേക്ക് മാറി ഒരു 100 ലോഡ് മണ്ണ്, ഈ ഇവിടെ ഇട്ട മണ്ണ് അടിയിലൂടെ അങ്ങോട്ട് തള്ളി ഒരു മൊട്ടക്കുന്ന് രൂപത്തിലായിട്ടുണ്ട് ആ സൈഡിൽ. പിന്നെ ഇവിടെ കഴിഞ്ഞ മഴയുള്ള സമയത്ത് ഈ റോഡൊന്നും ഇത്ര ആയിട്ടില്ല. വെറും ഒരു 2 അടി മാത്രം പൊന്തിയ സമയത്ത് സർവീസ് റോഡിൽ വെള്ളം കയറിയിരുന്നു. ഈ വെള്ളം കയറിയപ്പോൾ നാട്ടുകാർ മൊത്തം ഇവിടെ പ്രതിഷേധിച്ചതാണ്. ഈ റോഡ് ഇതിന് പറ്റില്ല. കാരണം സാധാരണത്തെ റോഡിലേക്കാളും താഴ്ത്തിയിട്ടാണ് ഈ സർവീസ് റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സുജയ പാർവതി മനസ്സിലാക്കേണ്ടത്, റോഡിൽ ഇപ്പോഴും വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദേശീയപാതയുടെ ഓരോ റീച്ചിലും കൃത്യമായി ഈ കരാർ ഏറ്റെടുക്കുന്നവരുണ്ട്. ആ കരാർ ഏറ്റെടുത്തവർക്ക് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ളതാണ്. നാട്ടുകാർ ഇതിനകം തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് സംബന്ധിച്ചടക്കം വലിയ ആക്ഷേപം ഉന്നയിച്ചതാണ്. ഈ റീച്ചിന്റെ കരാർ ആർക്കാണ്? ഇത് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ആരാണ്? NRC. നിങ്ങൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നു, ഇത് ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു ഇവിടെ പൊട്ടിക്കണെന്നുള്ളത്. അപ്പോൾ പോലെ നമ്മളെ ഈ പുട്ടി കൊടുങ്ങാണ്ട് ജനങ്ങളെ അത് വിളിച്ചാണ്, പൊട്ടിയാണ് ആള് തെച്ചിങ്ങാണ്ട് പെയിന്റ് അടിച്ചു. ഭയങ്കര ഉസാറ്. ഇത്ര നല്ല റോഡില്ല, ഓവർപാസിന് ഇത്ര ഹൈറ്റിലുണ്ടായാൽ സംഭവം ഒന്നും നടക്കൂല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് ഓല് പോയത്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഈ വൈകുന്നേരം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുളപ്പുറം വരെ ബ്ലോക്ക് ആയിരിക്കും. ആ ടൈമിലാണ് ഇത് പൊളിഞ്ഞാടി കാണുന്നുണ്ടെങ്കിൽ എത്ര മയ്യത്ത് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും? ഈ മലപ്പുറം ജില്ലയിൽ ആംബുലൻസ് മൊത്തം വന്നാൽ കഴിയുമോ? ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താരതമ്യേന ബലം കുറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതെ, ഇവിടുന്ന് കുളപ്പുറം കൂരിയാട് തൊട്ട് കുളപ്പുറം വരെ ഒരുപാട് പ്രാവശ്യം ഇവിടെ അധികൃതർക്ക് പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുത്താണ്. എന്നിട്ടും ഒരു രക്ഷയില്ല, ഒരു കാര്യമില്ല. ഓലെ എന്ത് ചെയ്യും? ഓല് വാലസ്ഥത്തിന് പണിയെടുക്കും. ഓൽക്ക് പോച്ചുമ്പോൾ ബ്ലോക്ക് ആക്കുക, പോച്ചുമ്പോൾ തുറക്കുക. ഇത് ഈ വയൽ പോലത്തെ പ്രദേശമാണ്. ഇവിടെ മണ്ണിട്ട് നികത്തി, മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചത്. അതെ 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 അടി പാടാണത്, വെള്ളം നിൽക്കണ പാടം. ഈ ചുറ്റുമതിലുകൾക്കൊന്നും വേണ്ടത്ര സുരക്ഷ ഇല്ലാന്ന് തോന്നുന്നു. അതാണ് അപകടം.
100%. ഇനിയും ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലെ പോണോലൊക്കെ ആദ്യം കഫംപുട വാങ്ങിയിട്ട് പോവുക നല്ലത്. നാട്ടുകാരുടെ ഒരു ആശങ്കയാണ് അവർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണേണ്ടതൊരു സുജയ.